ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യാത്രയിലോ സിനിമ കാണുമ്പോഴോ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോഴോ നമ്മുടെ കൂടെ ഒരു ലേസ് പാക്കറ്റ് ഉണ്ടാവാറുണ്ട്. ഈ കൊതിയൂറുന്ന ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാടത്തെ സാധാരണ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് ഈ പാക്കറ്റുകളിലെത്തുന്നത്? ഇന്ന് നമുക്ക് ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ ലേസ് ചിപ്സിന്റെ യാത്ര തുടങ്ങുന്നത് പാടത്തുനിന്നാണ്. പ്രത്യേകം തിരഞ്ഞെടുത്ത മികച്ച ഉരുളക്കിഴങ്ങുകളാണ് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ ട്രക്കുകളിലായി എത്തുന്ന ഈ ഉരുളക്കിഴങ്ങുകൾ ആദ്യം ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കും. കേടായതും വലുപ്പം കുറഞ്ഞതുമായ ഉരുളക്കിഴങ്ങുകൾ ഒഴിവാക്കും. അതിനുശേഷം വലിയ ടാങ്കുകളിൽ വെച്ച് ഈ ഉരുളക്കിഴങ്ങുകൾ നന്നായി കഴുകുന്നതാണ്. പൊടിയും മണ്ണുമെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യും. പിന്നീട് വലിയ ഇലക്ട്രിക് പീലറുകൾ ഉപയോഗിച്ച് തൊലി കളയുന്നു. ഈ മെഷീനുകൾ വളരെ വേഗത്തിൽ തൊലി കളയുന്നത് കാണാൻ തന്നെ രസമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഉരുളക്കിഴങ്ങ് ചിപ്സുകളാക്കി മുറിക്കുന്നത്. ഓട്ടോമാറ്റിക് കട്ടറുകൾ ഉപയോഗിച്ച് വളരെ നേർത്ത കഷ്ണങ്ങളായാണ് ഇവ മുറിക്കുന്നത്. സാധാരണ ചിപ്സിനായി നേരായ ബ്ലേഡുകളും റിഡ്ജഡ് വരകളുള്ള ചിപ്സിനായി പ്രത്യേക ബ്ലേഡുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ കട്ടിംഗ് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് സ്റ്റാർച്ച് നീക്കം ചെയ്യും. ഇതാണ് ചിപ്സിന് അതിന്റെ ക്രിസ്പിനെസ് നൽകുന്നത്. ചിലപ്പോൾ ചിപ്സിന്റെ നിറവും സ്വാദും മെച്ചപ്പെടുത്താൻ ഫോസ്ഫോറിക് ആസിഡ്, സിട്രിക് ആസിഡ് പോലുള്ള ചില രാസലായനികൾ ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാറുണ്ട്. ഇത് ചിപ്സിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ആകർഷകമായ ഘട്ടമാണ്. മുറിച്ച കഷ്ണങ്ങൾ ഒരു വലിയ ബെൽറ്റിലൂടെ ചൂടുള്ള എണ്ണയിലേക്ക് വീഴുന്നു. കൃത്യമായ താപനിലയിൽ ചിപ്സുകൾ വറുത്തെടുക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് സംവിധാനം വഴിയാണ്. ഇത് ചിപ്സിന്റെ ക്രിസ്പിനെസ്സും സ്വർണ്ണ നിറവും ഉറപ്പാക്കും. വറുത്തതിനുശേഷം ചിപ്സുകൾ അടുത്ത കൺവെയറിലേക്ക് മാറ്റുന്നു. ഇവിടെയാണ് ചിപ്സിന് അതിന്റെ രുചി നൽകുന്ന മസാലകൾ ചേർക്കുന്നത്. ഓരോ രുചിക്കൂട്ടും, ഉദാഹരണത്തിന് തക്കാളി, പുതിന, ഉപ്പ്, കൃത്യമായ അളവിൽ ചിപ്സിൽ വിതറുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ലേസ് ചിപ്സ് അതിന്റെ ഫൈനൽ രൂപത്തിലെത്തുന്നത്. വറുത്ത് രുചികൂട്ടിയ ചിപ്സുകൾ പാക്കിങ്ങിനായി ഒരു വലിയ യന്ത്രത്തിലേക്കെത്തുന്നു. ഈ യന്ത്രം ഓരോ പാക്കറ്റിലും കൃത്യമായ അളവിൽ ചിപ്സുകൾ നിറയ്ക്കുന്നു. അതിനു മുൻപ് എന്തെങ്കിലും ലോഹഭാഗങ്ങൾ ഉണ്ടോയെന്ന് കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടും. പാക്കറ്റുകൾ നിറച്ചതിനുശേഷം പൊട്ടിപ്പോകാതിരിക്കാൻ നൈട്രജൻ വാതകം നിറയ്ക്കുന്നു. ഇതാണ് പാക്കറ്റുകൾ വീർത്തിരിക്കുന്നതിന് കാരണം. പിന്നീട് ഇവ സീൽ ചെയ്ത് വിപണിയിലേക്ക് അയക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ലേസ് ചിപ്സിന്റെ പിന്നിലെ രസകരമായ കഥ. അടുത്ത തവണ നിങ്ങൾ ഒരു ലേസ് പാക്കറ്റ് തുറക്കുമ്പോൾ ഈ യാത്ര ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലേസ് ചിപ്സ് ഏതാണെന്ന് കമന്റ് ചെയ്യുക.